എൻ്റെ പേര് പ്രസാദ്. സ്ഥാപനത്തിന്റെ പേര് സെന്റ് മേരീസ് എഞ്ചിനീയറിംഗ് വർക്ക്. ഈ മേഖല തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞ കാലങ്ങളായിട്ട് നമ്മുടെ ഫാദർ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ നമ്മുടെ ഫാദർ ഈ ഇൻഡസ്ട്രിയൽ ഫീൽഡാണ്. അപ്പോ ഫാദർ ഇൻഡസ്ട്രി ഫീൽഡായപ്പോൾ ഞാൻ മൂത്താറാണ്. അപ്പൊ ആ രീതിയിൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഏകദേശം 1994 പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ഫാദറിനെ സഹായിക്കുക എന്നുള്ള രീതിയിൽ സ്ഥാപനത്തിൽ വന്നാണ്. അന്ന് മുതൽ തന്നെ നമ്മുടെ ഫാദറിന് സ്വന്തമായി സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പണി പിടിക്കുകയും അങ്ങനെ ആയി. ഏകദേശം അന്ന് ഒരു 15-18 പേര് നമുക്ക് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. അല്ല, ആദ്യം ഫാദറിന്റെ പേര് പിന്നെ തങ്കച്ചൻ എന്നാണ്. പക്ഷെ ഒഫീഷ്യൽ നെയിം യോഹന്നാൻ എന്നാണ്. യോഹന്നാൻ വരുമ്പോൾ സെന്റ് ജോൺസ് എന്നായിരുന്നു ആദ്യം സ്ഥാപനത്തിന്റെ പേര്. പിന്നെ അത് നമ്മുടെ സെന്റ് മേരീസ് ആക്കുകയാണ് ചെയ്തത്. സെന്റ് മേരീസ് ഏകദേശം തുടങ്ങിയിട്ട് പിന്നെ 89-90 കാലഘട്ടത്തിൽ തന്നെ സെന്റ് മേരീസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. 90 കാലഘട്ടത്തിൽ ഫാദറുള്ള സമയത്ത് തന്നെ ഞാനായിട്ട് ഇതിനകത്തേക്ക് വന്നത് ഫാദറിന്റെ മരണശേഷം 2011 ഫാദർ മരണപ്പെട്ടത്. അതിനുശേഷമാണ് എൻ്റെ പേരിലേക്ക് ഇത് ആക്കി ഞാൻ അത് തുടർന്ന് നടത്തിക്കൊണ്ടുപോകണം. നമ്മൾ തുടക്ക കാലഘട്ടത്തിൽ മുതൽ തന്നെ നമ്മള് ഗ്രില്ല് വർക്കാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ഗ്രില്ല്, ഗേറ്റ്, അത് സ്ഥിരമായി നമുക്ക് അതിന്റെ വർക്കുകൾ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് 6 മണിക്ക് ശേഷം ഓവർ ടൈം വരെ എടുത്ത് നമ്മൾ 10-12 മണി വരെ രാത്രി നിന്നിട്ട് പണിക്കാരെ ഷിഫ്റ്റ് പോലെ ചെയ്ത് അങ്ങനെ നമ്മൾ വർക്കുകൾ ഉണ്ടായിരുന്നു. അന്ന് ഗ്രില്ല് വർക്കായിരുന്നു കൂടുതൽ. കാരണം ഈ വുഡിന്റെ വിൻഡോ വരുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് വരുന്ന ഗ്രില്ലൊക്കെ ഇരുമ്പ് കൊണ്ട് ഉണ്ടായിരുന്ന പട്ട കാര്യങ്ങൾ കൊണ്ട് റിങ് അതുപോലെ തന്നെ ഡിസൈനൊക്കെ വളച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു അന്ന്. ഇന്നൊന്നും ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രില്ലൊന്നും ഇല്ല. ഇപ്പോഴൊക്കെ വെറും പൈപ്പ് കൊണ്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പണികളാണ്. അപ്ഡേഷൻ നടത്തിയത് ഏകദേശം 2005-2000 കാലഘട്ടത്തിലൊക്കെയാണ് ഒരു മാറ്റങ്ങളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. 2000 കാലഘട്ടത്തിലൊക്കെയാണ് നമ്മുടെ സ്ക്വയർ പൈപ്പ് കാര്യങ്ങളൊക്കെ പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയ സമയത്ത്. അതായത് ആദ്യമൊക്കെ നമുക്ക് സ്ക്വയർ പൈപ്പിന് പകരം ഒരു MS-ന്റെ ഒരു പൈപ്പായിരുന്നു വന്നിരുന്നത്. MS പൈപ്പ് എന്ന് പറയുന്നത് അത് തുരുമ്പ് പിടിക്കണാണ്. അത് വരച്ചൊക്കെ പ്രൈമർ അടിച്ച് കൊണ്ടായാലും ഒരു 2-3 കൊല്ലം കൊണ്ട് പിന്നെയും തുരുമ്പും കാര്യങ്ങളും കയറി. ഇപ്പോൾ നമുക്ക് GP പൈപ്പ്, അതായത് GA പൈപ്പ് കാര്യങ്ങളൊക്കെ സ്ക്വയർ ട്യൂബുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ പണി എളുപ്പത്തിലും ആയി. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ഗ്രൈൻഡർ, ഡ്രില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി. പിന്നാണ് നമ്മൾ വർക്കുകളെല്ലാം ഒന്നും കൂടെ ഡെവലപ്പായി നല്ല രീതിയിൽ നമുക്ക് ലൈനിലൊക്കെ പോയി പണിയെടുക്കാനുള്ള സൗകര്യങ്ങളായി. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്നതൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കിയതിന് ശേഷം അത് കൊണ്ട് ഫിറ്റ് ചെയ്യുക. കാരണം നമുക്ക് അവിടെ കുറച്ച് സമയം ഫിറ്റിംഗ് വരുള്ളൂ. ഇപ്പൊ കൂടുതൽ സമയവും നമ്മൾ ഫിറ്റിംഗ് ഒക്കെ നമുക്ക് കൂടുതലും പിന്നെ ലൈനിൽ തന്നെയാണ് വരുന്നത്. നെറ്റ് ബോൾട്ട് സിസ്റ്റങ്ങളൊക്കെ മാറിയപ്പോ ഇപ്പൊ നേരെ ഡയറക്റ്റ് പൈപ്പ് വെല്ല് ചെയ്യുക, അങ്ങനെ തന്നെ വെച്ച് വെല്ല് ചെയ്യുക, അതിന്റെ മുകളിൽ ഷീറ്റ് മേയുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എളുപ്പമാണ്. അതനുസരിച്ച് പണിക്കാര് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അങ്ങനെയാണ് ഇപ്പോ GA പൈപ്പും ഉപയോഗിക്കുന്നുണ്ട്, GP പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ വെറും ആംഗിൾ ടൈപ്പ് ആയിരുന്നു. 6mm ആംഗിളർ, അതേപോലെ 1/8 ആംഗിളർ, പിന്നെ അതുപോലെ റോഡ്, ഇങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ C ചാനല്, IBM ഈ സെക്ഷൻ കൊണ്ട് തന്നെ ആദ്യം പണിയെടുത്തിരുന്നു. ഇപ്പോഴും IBM കാര്യങ്ങളൊക്കെ ഇപ്പൊ ന്യൂ ആയിട്ട് ഇപ്പം ഇറങ്ങി വരുന്നുണ്ട്. IBMന്റെ സെക്ഷൻ പണികൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് പണികൾ കൂടുതൽ വരുന്നത്. ഡ്രസ് വർക്ക് ഉണ്ട്, പിന്നെ കൊളാപ്സുൽ ഗേറ്റ്, ബാങ്കിലേക്കുള്ള കൊളാപ്സുൽ ഗേറ്റ് കാര്യങ്ങൾ, സേഫ്റ്റി ഗ്രില്ല്, കൊളാപ്സുൽ ഗേറ്റ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന ടൈപ്പ് കൊളാപ്സുൽ ഗ്രില്ല്, റോളിംഗ് ഷട്ടറിന്റെ വർക്ക്, അത് തന്നെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാൻഡ് റെയിൽ വർക്ക് ഉണ്ട്. ഹാൻഡ് റെയിൽ വർക്കൊക്കെ ഇപ്പോൾ ആദ്യം സ്റ്റീലായിരുന്നു. ഇതിന്റെ ഇടയ്ക്കൊരു പിന്നെ 3-5 കൊല്ലം മുമ്പൊക്കെ സ്റ്റീൽ തന്നെയായിരുന്നു ഹാൻഡ് റെയിൽ. ഇപ്പൊ അത് നേരെ തിരിഞ്ഞ് GP പൈപ്പിലേക്കും MS-ലേക്കൊക്കെ സ്റ്റീൽ ഹാൻഡ് റെയിലുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഹാൻഡ് റെയിലിന്റെ പൈപ്പ് നമുക്കിപ്പോ ഇൻഡസ്ട്രിയിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് മാക്സിമം നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ കടയിൽ നിന്ന് ചെയ്തിട്ട് സൈറ്റിൽ കൊണ്ടുപോയി ചെയ്യുന്ന വർക്കുകൾ മാക്സിമം അതിന്റെ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ കൂടുതലും നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്തിട്ട് കൊണ്ട് ഫിറ്റ് ചെയ്യുക. ഈ ഹാൻഡ് റെയിൽ ആണെങ്കിലും എന്താണെങ്കിലും. ഷട്ടർ ഇപ്പൊ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഷട്ടർ ഇപ്പൊ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ, പാലക്കാട് ഭാഗത്താണ് ഇപ്പൊ നമുക്ക് ഷട്ടർ നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നത്. അതിപ്പോ മണ്ണാർക്കാട് ഭാഗത്തില്ല, പെരിന്തൽമണ്ണ ഭാഗത്ത് നമുക്ക് മെറ്റീരിയൽ ഇല്ല. അപ്പൊ അതിന്റെ ഒരു പിന്നെ ബേസിൽ ഞങ്ങള് കുറച്ച് പേര് കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ മണ്ണാർക്കാട് തന്നെ ഷട്ടറിന്റെ ഒരു ഇത് കൊണ്ടുവന്ന് ഒരു യൂണിറ്റ് ഇപ്പൊ കൊണ്ടുവന്നു, മെറ്റീരിയൽ കൊടുക്കുന്ന യൂണിറ്റ്. അതിലിപ്പോ നമ്മുടെ അനിയന്മാരും ഞാനും കൂടെ കൂടിയിട്ടാണ് ഇപ്പോൾ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് ഷട്ടറിന്റെ. നമ്മൾ മെഷീനിലൂടെ CNC മെഷീനിലൂടെ ഷട്ടർ അടിച്ച് പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി ഉടമകളുണ്ട്. ഏകദേശം 250 മെമ്പർമാരോളം മണ്ണാർക്കാട് ഭാഗത്തും പിന്നെ നാട്ടുകളിൽ അവിടുന്ന് അങ്ങോട്ട് അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് ഏകദേശം 250 മെമ്പർമാരുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ ഇപ്പം എടുക്കുന്നുണ്ട്.
ഇവിടെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാലക്കാടേ ഉള്ളു മെറ്റീരിയൽ. അപ്പോൾ നമുക്കിവിടെ സൗകര്യം മണ്ണാർക്കാട് ഉള്ളത് കൊണ്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ഇൻഡസ്ട്രി ഉടമകൾ തന്നെ വന്നിട്ട് ഓർഡർ നമുക്ക് തരുന്നുണ്ട്. അവര് പോയി അളവെടുക്കുന്നു, ഓർഡർ എടുക്കുന്നു. അത് അതിന്റെ ഒരു മെറ്റീരിയൽ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മെറ്റീരിയൽ നമുക്ക് നമ്മളവിടെ വന്നിട്ട് ആരെങ്കിലും ഷട്ടർ വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പോയി അളവെടുത്തിട്ട് നമ്മൾ തന്നെ മെറ്റീരിയൽ നമ്മുടെ എടുത്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പണിക്കാര്. ഇപ്പൊ നിലവിൽ നമ്മുടെ പണിക്കാര് ഒന്നാമത് കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പൊ നമ്മുടെ പണ്ടത്തെ പോലെ നമുക്കൊരു പണിക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥിരം പണിക്കാരെന്ന് ഇപ്പൊ പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം നമ്മുടെ അവിടെ വരുന്ന പണിക്കാരെ നാളെ വേറൊരാളുടെ പണിക്കാരനാകുകയാണ്, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് വേറെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മൊബൈൽ യൂണിറ്റ് പോലെ അവർ പോവുകയാണ്. അതിനെ തടയിടാൻ വേണ്ടി ഞങ്ങള് യൂണിറ്റുള്ള മെമ്പർമാര്, അതായത് നമ്മുടെ സ്ഥാപനം നടത്തുന്ന മെമ്പർമാരെ പല പ്രാവശ്യം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ലൈനിൽ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് പഞ്ചായത്ത് ലൈസൻസ്, അതുമായി തൊഴിൽ നികുതി, ഫാക്ടറി ലൈസൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ആ ഒരു എല്ലാ പ്രക്രിയയും നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ സ്ഥാപനം നടത്തുമ്പോൾ നമ്മുടെ പണിക്കാർ, നമ്മളോട് പണ്ട് ഒരു ദിവസം 2 ദിവസം വരുന്ന പണിക്കാർ തന്നെ, അല്ലെങ്കിൽ ഒരു മാസം നിന്ന പണിക്കാർ തന്നെ പുറത്തു പോയിട്ട് നമ്മുടെ കസ്റ്റമറിനെ പിടിച്ചുകൊണ്ട് അവരോട് ഞങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ അത് വലിയ രൂപത്തിലായിട്ട് അവർ കൂട്ടുകൂടി ഇങ്ങനെ ഒരു മിഷൻ മാത്രം വാങ്ങി സ്ഥാപനമൊന്നും ഇല്ലാതെ അവർ ലൈനിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള മെമ്പർമാരെ ഇപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് നമുക്ക് കോമ്പറ്റീഷൻ ഭയങ്കരമായി വന്നിരിക്കുകയാണ്. അപ്പൊ അതിന് ഒന്നാമത് എന്താണ് സ്ഥാപനമുള്ള ഉടമ. ഇപ്പൊ ഞങ്ങൾ സംഘടന ഉണ്ട്, നമുക്ക് സംസ്ഥാന തലത്തിൽ തന്നെ 2015 രജിസ്ട്രേഷൻ കിട്ടി. ഈ നല്ലൊരു സംഘടന ഇപ്പൊ നമുക്കുണ്ട്, കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ എന്ന ഒരു സംഘടന ഞങ്ങൾക്കുണ്ട്. അതിലൂടെ ഞങ്ങൾ പല കാര്യങ്ങളും നമ്മുടെ പണിക്കാർക്കും അതുപോലെ നമ്മുടെ സ്ഥാപന ഉടമയ്ക്കും പല ആനുകൂല്യങ്ങളും അതുപോലെ പല സഹായങ്ങളും നമ്മുടെ സംഘടനയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് ഒരുമിച്ച് ചേരാൻ ഞങ്ങളുടെ ജില്ലകളിലുള്ള എല്ലാ ഇൻഡസ്ട്രി ഉടമകളെയും ഞങ്ങൾ കൂട്ടി ഏകദേശം 4000-ന് മുകളിലുള്ള മെമ്പർമാർ ഇപ്പോൾ 2011 ശേഷം മെമ്പർമാരായി നല്ല രീതിയിൽ ഒരു സംഘടന ഇപ്പം നടത്തുന്നുണ്ട്. അത് മൊബൈൽ യൂണിറ്റിനെതിരായിട്ടുള്ള പല സമര പരിപാടികളും എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പഞ്ചായത്ത് ലൈസൻസും ഫാക്ടറി ലൈസൻസും കാര്യങ്ങളുള്ള മെമ്പർമാർക്ക് മാത്രം പുറത്ത് KSEB കണക്ഷൻ പുറത്ത് വർക്കിന് വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങളൊരു സമര പരിപാടി നടത്തി. അതുപോലെ തന്നെ നമ്മള് ഒരു കേസിന് വരെ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് അങ്ങനെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കോമ്പറ്റീഷൻ കുറഞ്ഞു വരികയും ചെയ്യും. എല്ലാ മെമ്പർമാരും മാക്സിമം മെമ്പർമാരും ഒരു യൂണിറ്റ് ഇട്ട് സ്ഥാപനം ഇട്ട് പഞ്ചായത്ത് ലൈസൻസിൽ പഞ്ചായത്തിലേക്കുള്ള വരുമാനം പഞ്ചായത്തിന് കിട്ടും, അതുപോലുള്ള ഗവൺമെന്റിലേക്കുള്ള പിന്നെ വരുമാനം ഗവൺമെന്റിലേക്കും എന്ന രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപനങ്ങൾ കൂടും എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പണി ഉണ്ടാവും, ജോലിക്കാരുണ്ടാവും. ഇതിപ്പോ ജോലിക്കാരൊക്കെ ഡിവൈഡായി പോകുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷെ അവരെ മൊബൈൽ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ മൊബൈൽ വർക്ക് അവർ ചെയ്തു കഴിഞ്ഞാൽ ഇന്നവര് ചെയ്യും, നാളെ ആ ഭാഗത്തേക്ക് ചെല്ലില്ല. സ്ഥാപനത്തിനുള്ള ആൾക്കാർക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കണമെങ്കിൽ സ്ഥാപനം തന്നെ ഉള്ള ഒരു ആളെ കണ്ടിട്ട് വേണം മറ്റുള്ള കസ്റ്റമർ ഏറ്റവും നല്ല രീതിയിൽ പണിയെടുപ്പിക്കണമെങ്കിൽ. അപ്പൊ ആ രീതിയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, നല്ല രീതിയിൽ പണിയെടുത്ത് കൊടുക്കാനും സാധിക്കും, നമുക്ക് ഗ്യാരണ്ടിയോടെ തന്നെ പണിയെടുത്ത് കൊടുക്കാൻ സാധിക്കണം. സംഘടനയ്ക്ക് നമ്മൾ സംഘടന പിന്നെ പാലക്കാട് ജില്ലയും അതുപോലെ എല്ലാ ജില്ലകളിലും ഇപ്പൊ നമ്മുടെ സംഘടന ഉണ്ട്. അപ്പൊ അതിന് പ്രകാരം ഞങ്ങളൊരു പ്രൈസ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു പിന്നെ പെർ കിലോയ്ക്ക് നമ്മൾ എത്ര ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര റേറ്റ് ഉണ്ട് എന്നുള്ള സംഘടനയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും കിട്ടിയതിനാല് നമ്മുടെ റേറ്റിനൊക്കെ ഒരു ഏകീകൃതമായ ഒരു ഇത് നിലവിൽ വന്നു. ഏകീകൃത റേറ്റ് നിലവിൽ വന്നത് ഈ സംഘടന ഉള്ളത് കൊണ്ടാണ്. പണ്ട് തോന്നിയ രീതിയിൽ ആർക്കും അറിയില്ല, ഇതിന്റെ റേറ്റോ കാര്യങ്ങളോ അറിയില്ല. എങ്കിലും നമ്മുടെ പോലുള്ള സ്ഥാപനമുള്ള സംഘടനയിലൊക്കെ ഉള്ള മെമ്പർമാരോട് അന്വേഷിച്ചിട്ടുണ്ട്. പല ആൾക്കാരും നമ്മളോട് റേറ്റും കാര്യങ്ങളും ചോദിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ത് റേറ്റ് വാങ്ങണം എന്നുള്ള കാര്യം ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ തന്നെയാണ് വെൽഡിങ് മാത്രം പഠിച്ചിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മുടെ അഭിപ്രായത്തിൽ അവരൊക്കെ സ്ഥാപനമുണ്ട്, അതിനുള്ള എന്ത് സഹായമാണെങ്കിലും നമ്മുടെ സംഘടനയിൽ നിന്ന് സ്ഥാപനമുള്ള എന്ത് സഹായമാണെങ്കിലും നമ്മുടെ സംഘടനയിൽ നിന്ന് നമുക്ക് സംഘടനാ നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോ അതിനുള്ള എന്ത് സൗകര്യം നമ്മൾ സംഘടന ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതിനൊന്നും ആരും മുതിരാതെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ നാട്ടില് വർക്കിനെ ആകെ ഒരു കോമ്പറ്റീഷൻ ആക്കിയിട്ട് ആർക്കും ഇല്ലാത്ത രീതിയിലാക്കി തീർക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഞാൻ പിന്നെ 1994 ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അതിന് ഏകദേശം ഒരു 21-22 വയസ്സിൽ വന്നാണ്. എനിക്ക് കഴിയുന്നിടത്തോളം, പക്ഷെ പണ്ടത്തെ മാതിരിയുള്ള പണിക്കാരുടെ ഒരു അപാകത ഉണ്ട്. അപാകത കാരണം ഇപ്പം നമ്മള് മെയിനായിട്ട് നമ്മളെന്ന് വെച്ചാൽ മലയാളികളെ മാത്രമാണ് നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുന്നത്.
നമ്മുടെ ബംഗാളികളെ അങ്ങനത്തെയുള്ള പണിക്കാരൊന്നും വെക്കാത്ത രീതിയിലാണ്. കാരണം അതിന്റെ പിന്നാലെ നടക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഇവിടെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നതിനാൽ നമ്മൾ മാക്സിമം മലയാളികളെ തന്നെ വെച്ചുകൊണ്ടുള്ള പണിയാണ്. അപ്പോൾ ഈ മലയാളികളെ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു 1200 വരെ ഇപ്പൊ നാട്ടില് നല്ല കൂലിയുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ 2-3 ദിവസം വന്നാൽ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ മൂന്നാമത്തെ ബാക്കിയുള്ള ദിവസം 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർ വരാതെ അവര് പിന്നെ ചിലപ്പോൾ അവിടുന്ന് അവർ തന്നെ അവർക്ക് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് മെമ്പർമാരൊക്കെ ഇപ്പൊ കുറച്ചിട്ട് നമുക്ക് ആകുന്ന പണികൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാദറുള്ള സമയം മുതൽ തന്നെയുള്ള മെമ്പർമാർ ഇപ്പോഴും നമ്മുടെ ഏകദേശം 2011 നമ്മുടെ ഫാദർ മരണപ്പെട്ടു എങ്കിലും ഇപ്പോഴും നമ്മുടെ ഫാദറിന്റെ പേര് തങ്കച്ചൻ എന്നുള്ള ഒരു പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് പഴയ ഇൻഡസ്ട്രിയിൽ എന്നുള്ള രീതിയിൽ ഇപ്പോഴും നമുക്ക് വർക്ക് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ പഴയൊരു ആളെ എന്നുള്ള രീതിയിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിലുള്ള വലിയൊരു വ്യത്യാസങ്ങളൊന്നും നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ വരുത്തിയിട്ടില്ല. നമ്മൾ പണ്ടുള്ള ആ ഇൻഡസ്ട്രിയിലെ റോളിംഗ് ഷട്ടറിന്റെ വർക്കും കൊളാപ്സറിന്റെ ഗേറ്റും അത് ഇപ്പോഴും കൊളാപ്സൽ ഗേറ്റ് നമ്മൾ എന്ത് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുള്ള പണിക്കാരെ നമുക്കുണ്ട്. അപ്പോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വർക്കുകൾ കിട്ടുന്നത്. ഫർണിച്ചർ ഞങ്ങളെ ഫീൽഡിൽ നമ്മുടെ 4 ബ്രദർമാരാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ആ 4 ബ്രദറും ഈ ഫീൽഡിൽ തന്നെയാണ്. ഞാനാണ് മൂത്തത്. അപ്പൊ ഞാനാണ് ഈ ഫീൽഡിൽ ആദ്യം വന്നത്. അതിനുശേഷം ഓരോരുത്തരും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാള് പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ്, ഒരാള് പിന്നെ മെക്കാനിക്ക് ഡിപ്ലോമ കഴിഞ്ഞു, ഒരാള് പിന്നെ ഇവിടെ തന്നെ വേറൊരു ജോലി കാര്യങ്ങളായിട്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഈ ഫീൽഡിൽ തന്നെ ആയിട്ടുണ്ട്. ഒരാള് ഫർണിച്ചറിലേക്ക് വന്നിട്ടുണ്ട്, 2 പേര് സെയിലിലേക്ക് വന്നിട്ടുണ്ട്. സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റോളിംഗ് ഷട്ടറിന്റെ ഒരു യൂണിറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ 2 പേരും കൂടെ വന്നിട്ടുണ്ട്. ഞാനടക്കം 3 പേരാണ് യൂണിറ്റ് നടത്തുന്നത്. എന്റെ ഫാമിലിയിലെ ഞാനും എൻ്റെ മദർ, വൈഫ്, കുട്ടികളാണ്. 2 പേരുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. നമുക്ക് സെന്റ് മേരീസിന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 50-51 വയസ്സായി. ഏതായാലും ഇപ്പോൾ ഭാവിയിൽ ഇപ്പോൾ കുട്ടികളൊന്നും എന്തായാലും ഈ ഫീൽഡിലേക്ക് വരില്ല. അപ്പൊ നമ്മളിത് നല്ല ഈ സ്ഥാപനം നമുക്ക് കഴിയുന്നിടത്തോളം കാലം പണിക്കാരെ വെച്ചിട്ട് ഇത് പോകാൻ തന്നെ നമുക്ക് സാധിക്കുള്ളൂ. കാരണം പണ്ട് റൂഫിന്റെ മുകളിലൊക്കെ കയറി സ്ക്രൂ അടിക്കലും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നതാണ്. ഇപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് പോകേണ്ട ഒരു ഇത് നടക്കില്ല. കാരണം നമ്മുടെ ശാരീരികം അത് അതിനെ അനുവദിക്കില്ല, ശരീരം അതിനെ അനുവദിക്കില്ല. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ മെല്ലെ കണ്ട് ഇപ്പൊ ഇതിനെ ഈ ഷട്ടറിന്റെ യൂണിറ്റ് തുടങ്ങിയ പോലെ തന്നെ മെല്ലെ കണ്ട് സെയിലിലേക്കൊക്കെ ഇറങ്ങേണ്ട കണ്ടീഷൻ വരുന്ന മാതിരിയാണ്. കാരണം ഈ ഫീൽഡിന് നമ്മൾക്ക് ഇറങ്ങണേ നമ്മളിപ്പോ നമ്മുടെ ഫാദറിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. അതുപോലെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ കുട്ടികൾ ഉണ്ടാവില്ല. അവരൊക്കെ പുതിയ ഇതിലേക്ക് പോകാനും അവര് പുതിയ എന്തെങ്കിലും ആയി പഠിച്ചു പോകണം തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. അപ്പൊ ആ രീതി തന്നെയാണ്. പക്ഷെ നല്ലൊരു തൊഴിൽ മേഖലയിലെ നല്ലൊരു തൊഴിലാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫീൽഡ് എന്നുള്ള കാര്യത്തിൽ 100% നമുക്ക് ബോധ്യമുണ്ട്. അത് നമുക്ക് കഴിയുന്നിടത്തോളം നമുക്ക് അതിന് ചെയ്യാൻ പ്രാപ്തിയുള്ളിടത്തോളം കാലം നമ്മൾ ഇതിൽ തന്നെ തുടർന്ന് പോകാനാണ് നമുക്ക് ആഗ്രഹം. നമ്മൾ നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് നമ്മളെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. നമ്മുടെ ഈ ഫീൽഡിൽ സത്യസന്ധത വേണം. അതാണ് പിന്നെ ആരെയും പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാകരുത്. പറഞ്ഞ രീതിയിലുള്ള എഗ്രിമെന്റോ കാര്യങ്ങളോ, മാക്സിമം എഗ്രിമെന്റോ കാര്യങ്ങളോ ഇപ്പോൾ കാലഘട്ടത്തിൽ വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മളൊരു അഡ്വാൻസ് പോലും, ഞാനൊക്കെ അധികം ഒരു അഡ്വാൻസ് പോലും വാങ്ങാനുള്ള പണിയാണ് എടുക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ, വർക്കിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അവര് എന്തെങ്കിലും ഫാൾട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഫുള്ള് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു രീതിയിലാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മൾ അതിന്റെ ക്വാളിറ്റി പിന്നെ കണക്കാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. അതിനെ അതിനുള്ള ബെനിഫിറ്റ് നമുക്കുണ്ടാവും. ബിസിനസ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള നമ്മുടെ സംഘടന ഉണ്ട്. അതേമാതിരി നമ്മുടെ വ്യാപാരി സംഘടന ഉണ്ട്. വ്യാപാരി സംഘടന എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് തന്നെ നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന ഒരു സംഘടന ഉണ്ട്. അതിൽ ഞാൻ ഏകദേശം ഒരു 10 വർഷക്കാലമായി. അതിലിപ്പോ ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതുകൂടാതെ നമുക്ക് തൊഴിലിന് സംബന്ധമായിട്ട് നമ്മുടെ തൊഴിലുമായിട്ടുള്ള നമ്മുടെ സംഘടന, ഏറ്റവും നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ സംഘടന തൊഴിൽ നമുക്ക് തരുന്ന ആ സംഘടനയാണ്. അതില് നമ്മൾ കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ട്. 2011 മുതലാണ് അതിന് രജിസ്ട്രേഷൻ. 2011 നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ഫീൽഡിൽ വരുന്ന സമയം മുതൽ തന്നെ ഞാൻ ഈ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അത് പാലക്കാട് ജില്ലയിലെ നിന്നും പല ജില്ലയുടെ പല ഭാഗങ്ങളിലും നേതാക്കന്മാരോടൊപ്പം പോയി. അന്നത്തെ നമ്മുടെ സംഘടന ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ച നേതാക്കന്മാരുടെ കൂടെ എല്ലാ ജില്ലകളിലും കയറി ഇറങ്ങി
അത് 2011 ശേഷം അത് രജിസ്ട്രേഷൻ കിട്ടി. ഞാൻ ഏകദേശം പാലക്കാട് ജില്ലയിൽ തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റി മെമ്പറായി. പാലക്കാട് ജില്ലാ കമ്മിറ്റി അത് കഴിഞ്ഞതിന് ശേഷം പാലക്കാട് ജില്ലയുടെ ട്രഷററായി. ഇപ്പൊ ഞാൻ പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റ് ആയിട്ടാണ് എനിക്ക് സ്ഥാനം തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമാണ് ഞാൻ സംഘടനയുടെ. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ടിപ്പു സുൽത്താൻ റോഡിൽ ആണ് ഇത് വരുന്നത്. കോങ്ങാടേക്ക് പോകുന്ന റോഡാണിത്. കോങ്ങാടേക്ക് ഏകദേശം ഇവിടുന്ന് 16 കിലോമീറ്റർ ആണുള്ളത്. അപ്പൊ അതില് നമ്മള് ടൗണിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു പറഞ്ഞ റൈറ്റ് സൈഡിൽ ഒരു 450 മീറ്റർ വന്ന നമ്മുടെ സ്ഥാപനമാണ്. സ്ഥാപനത്തിന്റെ പേര് സെന്റ് മേരീസ് എഞ്ചിനീയറിംഗ് വർക്ക്, ടിപ്പു സുൽത്താൻ റോഡ്, നഞ്ചപ്പ നഗർ.